ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. നമ്മുടെ രാജ്യത്ത് വലിയൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകാൻ പോവുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്ലസ് ഇന്ധന അടിയന്തരാവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ ഇന്ത്യ ഒരു വലിയ നീക്കം നടത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിലൂടെ കൊടുത്തതാണ്. സംഭവം നമ്മൾ ഇറക്കുമതി ഗണ്യമായ തോതിൽ കുറയ്ക്കുകയാണ്, ഇന്ധന ഇറക്കുമതി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നയങ്ങളൊക്കെ ശേഖരിച്ച് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം പറയുന്നുണ്ട് രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്ന്. രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇന്ധന ഇറക്കുമതി കുറയുന്നു എന്ന് പറയുന്നു, നമ്മുടെ ഫോറക്സ് റിസർവ് കുറയുന്നു എന്ന് പറയുന്നു, രാജ്യം വൈകാതെ തന്നെ പട്ടിണിയിലേക്കാകുമെന്നൊക്കെ രീതിയിലൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ? അങ്ങനെ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അല്ല, വലിയ പ്രതിസന്ധി തന്നെയാണ് രാജ്യത്തിന്. അതില്ലാതെ നമ്മൾ പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളെല്ലാം നമ്മളത് പറയാം. നമ്മൾ മാത്രമല്ല, ലോകത്ത് മുഴുവൻ പ്രതിസന്ധി തന്നെയാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും വേണ്ട, ഒരു രാജ്യം ചലിക്കണമെങ്കിൽ ഊർജം വേണം, ഇന്ധനം വേണം. ഇന്ധനമില്ലാതെ ഒരു രാജ്യത്തിന് ഒരു മിനിറ്റ് മുമ്പോട്ട് നീങ്ങാൻ കഴിയില്ല. നമ്മളെപ്പോഴും ക്രൂഡ് ഓയിൽ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത ഈ ബൈക്കും കാറുമാണ്. നമ്മുടെ വണ്ടി ബൈക്കിൽ പിന്നെ കാറിനകത്ത് പെട്രോൾ ഒഴിക്കുന്നു, ഓടുന്ന കാര്യം അതല്ല. പെട്രോളും ഡീസലും ഊർജവും ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് വൈദ്യുതി ഉണ്ടാകില്ല, ഈ രാജ്യത്ത് ഫാക്ടറികൾ വർക്ക് ചെയ്യില്ല, ഈ രാജ്യത്ത് ഒന്നും ചലിക്കില്ല. ഇപ്പോൾ സൈന്യത്തിന് മൂവ് ചെയ്യണമെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ നമ്മൾ എല്ലാ രാജ്യങ്ങളും, എന്തുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും, ഇപ്പൊ ഇറാൻ അവരെപ്പോഴും പറയുന്നുണ്ടല്ലോ ആണവ റിയാക്ടറുകൾ വേണം, അവരുടെ രാജ്യത്ത് ആണവ റിയാക്ടറുകളുണ്ട്, ആണവ റിയാക്ടർ വേണം എല്ലാ രാജ്യങ്ങളും പറയാൻ കാരണം അവരുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ആണവ റിയാക്ടർ ഉണ്ട്. ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ചെറിയ ആണവ റിയാക്ടറിന് വേണ്ടിയിട്ട് റഷ്യയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നു. അതെന്തിനാണ്? നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ്, വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ്. അവിടെ നമ്മൾ ഈ എന്താണ് ചെയ്തിരുന്നത്, പിന്നെ ഈ സോളാറിലേക്ക് നമ്മൾ മാറുന്നുണ്ട്, മറ്റുള്ളതൊക്കെ. അപ്പൊ ഇവിടെ നമ്മളെ കൂടുതൽ കുഴപ്പിക്കുന്നത് നമ്മുടെ ഇന്ധനം തന്നെയാണ്. ഈ ഇന്ധനത്തിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് E20 എന്ന് പറഞ്ഞ എഥനോൾ കലക്കിയ പെട്രോൾ നമ്മുടെ പമ്പുകൾ വിതരണം ചെയ്യുന്നത്. അതിനെതിരെ വലിയ ക്യാമ്പയിൻ നടന്നു, വലിയ പ്രതിഷേധം നടന്നു. അതിനുശേഷം E20 മാറി E22 ആയി. ഇപ്പോൾ E22 30 ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. അതായത് E22 30 ആകുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്റെ 30% എന്ന് പറയുന്നത് എഥനോളാണ്. അപ്പൊ 30% കുറവ് നമുക്ക് ഇറക്കുമതി കുറയ്ക്കാൻ കഴിയും. ആ 30% വരുമ്പോൾ ആർക്കാണ് നേട്ടം? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർക്ക് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറെ എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇതിലേക്ക് നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, സോളാറ്, ഇലക്ട്രിക് വെഹിക്കിൾ ഇറക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ വരുന്നുണ്ട്, ബയോഗ്യാസ് ആ രീതിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലേക്ക് നമ്മൾ ഈ പറയുന്ന എനർജി ലെവൽ മാറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇറക്കുമതി വളരെയധികം കുറയ്ക്കാൻ കഴിയും. ഈ ഇറക്കുമതി എത്ര നാളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനേ കഴിയില്ല. ഒരു ലോകത്തിനും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നാം കാണുന്ന ശാന്തതയല്ല, നാളെ അത് ഭാവിയിൽ ഇല്ലെങ്കിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. മിഡിൽ ഈസ്റ്റിന്റെ ആ ഒരു ഓയിൽ ശേഖരത്തിൽ താറുമാറായി പോകും, ഇറക്കുമതി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു തന്നെ അവർക്ക് അധിക നാളേക്ക് കുഴിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ രാജ്യത്തുണ്ടാക്കും. അതിന് മുൻപ് തന്നെ നമ്മൾ ആ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങണം. അമേരിക്ക എന്തുകൊണ്ടാണ് ഇതിനെ മറികടന്നത്? എങ്ങനെയാണ്? ഗ്യാസ് ഷെല്ലുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയത് കൊണ്ടാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് അംഗീകരിച്ചിരിക്കുന്നത്, ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്, BIS ആണ്. BIS ഇല്ലെങ്കിലും 2027 ആകുമ്പോഴേക്കും മലിനീകരണം കുറയ്ക്കണമെന്നുള്ള നിയമം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വിപണിയിലുള്ള പല കാറുകളും ഈ വർഷം കൊണ്ട് പ്രൊഡക്ഷൻ നിർത്തി. എനിക്ക് തോന്നുന്നത് ഇന്നോവയൊക്കെ നിർത്തി പ്രൊഡക്ഷൻ. കാരണം അവർക്ക് ആ മാനദണ്ഡം അച്ചീവ് ചെയ്യാനായിട്ട് ഇനി അവരുടെ എഞ്ചിനിലൊക്കെ ഒരുപാട് സിസ്റ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അതിനേക്കാൾ കുറച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ടാറ്റ ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തി. അവരുടെ ഇനി വരുന്ന വണ്ടികളെല്ലാം ഈ മൾട്ടി ഫ്യൂവലായിട്ട് ഇന്ധനം, പ്രത്യേകിച്ച് എത്തനോൾ ഒക്കെ 80% വന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവരിപ്പോൾ വാഹനം ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പഞ്ച് എന്ന് പറയുന്ന അവരുടെ കാറാണ് അങ്ങനെ ഇറക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള വന്നു. ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ ഈവൻ കൊച്ചിയിലൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനടുത്ത് ഈ ഹൈഡ്രജൻ പമ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ടുള്ള ട്രക്കുകൾ, ബസ്സുകളൊക്കെ ഇപ്പൊ നമ്മുടെ നേരത്തിൽ ഓടുന്നുണ്ട്. അപ്പൊ നമ്മളത് കണ്ടെത്തിയേ പറ്റൂ. അല്ലാതെ ഇപ്പം നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം എണ്ണാന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കുഴിച്ചെടുക്കുന്ന ഒന്നല്ല, പകരം നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. നമ്മൾ 85% നമ്മുടെ ക്രൂഡ് ഓയിൽ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അവിടെ സാധനം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല.
അപ്പോൾ അത് അവിടുന്ന് എത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജത്തിലേക്ക് പോകണമെന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ, അതിന് മുമ്പുള്ള കാലത്ത് തന്നെ ഉള്ള സർക്കാരുകൾ തീരുമാനമെടുക്കുകയും പല സംസ്ഥാനങ്ങളും സോളാറിലേക്ക് മാറി. രാജസ്ഥാനും ഗുജറാത്തുമാണ് ഇപ്പോൾ നമ്പർ 1 സോളാറിൽ നിൽക്കുന്നത്. അവരിപ്പോൾ ഊർജ്ജം, അവരുടെ വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങളിൽ വിൽക്കുന്നുമുണ്ട്. കേരളം, തമിഴ്നാട് പോലുള്ളവർ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് മുൻപോട്ട് പോകാൻ പറഞ്ഞു. തമിഴ്നാട് ബഹുദൂരം മുൻപോട്ട് പോയി. ഇവിടെ കാറ്റ് പോയിട്ട് അതിനെക്കുറിച്ചൊന്നും പിന്നെ നമ്മൾ കേട്ടിട്ടില്ല. സോളാറിന്റെ അവസ്ഥ നമുക്ക് എന്താണെന്നറിയാം. പിന്നെ ഇപ്പോൾ നമുക്ക് സോളാർ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിയേ പറ്റൂ. കാരണം കാലത്തിനനുസരിച്ച് നമ്മൾ മാറാതെ എന്നും ഞാനിങ്ങനെ ഇരിക്കും. എനിക്ക് എന്നും നരേന്ദ്രമോദി അല്ല, ഇനിയിപ്പം നാളെ രാഹുൽ ഗാന്ധി വന്നാലും പ്രത്യേകിച്ച് മാജിക് ഒന്നും ചെയ്യാനില്ല. അവര് വരും, ഞങ്ങൾക്ക് പെട്രോൾ അടിച്ചു തരും, പിന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട് പൈസ ഇല്ലെങ്കിൽ പോക്കറ്റ് മണി ആയിട്ട് ഒരു 15 ലക്ഷം രൂപ വെച്ച് പോക്കറ്റിൽ ഇട്ട് തരും. അത് തീരുമ്പോൾ പിന്നെയും തരും. ഇത് ലോകത്ത് എവിടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. അതായത് ഒന്നുകിൽ പണിക്ക് പോകണം, പണിക്ക് പോകുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും. ആ വരുമാനത്തിൽ കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്നു. ടാക്സ് കൊടുക്കുന്നതിന്റെ ഒരു ഹുങ്ക് എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാ മനുഷ്യരും ടാക്സ് കൊടുക്കുന്നു. ടാക്സ് കൊടുക്കുന്നത് എന്തിനാണ്? ടാക്സ് കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റോഡ്, കുടിവെള്ളം, പാർപ്പിടം, ശൗചാലയങ്ങൾ, മരുന്ന്, ആശുപത്രിയിലുള്ള മരുന്ന്, അവിടെയുള്ള ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ശമ്പളം, ഇതെല്ലാം നമ്മൾ ടാക്സ് ചെയ്യുന്നതാണ്. ഇതിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അതല്ലാതെ നമ്മൾ മേടിച്ചിരിക്കുന്ന വണ്ടിക്കകത്ത് പെട്രോളിനകത്ത് കേന്ദ്ര സർക്കാർ കുറച്ചു തരാനല്ല. അപ്പൊ പെട്രോൾ ഇല്ലാത്ത വണ്ടി ഇല്ലാത്തവരെന്ത് ചെയ്യും? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം പേർക്ക് വണ്ടി ഇല്ലാത്തവരുണ്ട്, കർഷകരും കർഷക തൊഴിലാളികളൊക്കെ. അവരെന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ടല്ല. അപ്പം നമ്മൾ ഒരു രാജ്യത്തിന്റെ ഒരു ക്രൈസിസ് വരിക എന്ന് പറഞ്ഞാൽ ഇത് രാജ്യം വരുത്തി വെച്ച ക്രൈസിസ് അല്ല. നമ്മൾ പറഞ്ഞു ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ലോകങ്ങൾ നമ്മൾ അടിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് എപ്പോഴും വളരെ കുറഞ്ഞ റേറ്റിൽ എണ്ണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നരേന്ദ്രമോദി 10-40 രാജ്യങ്ങളുമായിട്ട് കാര്യങ്ങൾ. ഇത് എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. കൊണ്ടുവരാനുള്ള റൂട്ടിൽ പോലും പ്രശ്നമാണ്. ഹോർമുസ് അടക്കമുള്ളിടത്ത് പ്രശ്നങ്ങളാണ്. കടലിൽ പോലും നേരെ ഇനി അഥവാ ഇച്ചിരി എണ്ണ കിട്ടിയാൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കും. ഈ സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണ്ടേ? സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ വാശി പിടിച്ചിട്ടോ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത് പറയുന്നത് ഞാൻ ഒരു തെറ്റും പറയുന്നത്. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷത്തിന്റെ റോൾ എപ്പോഴും ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുക, പറയുക എന്നുള്ളതാണ്. ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ പ്രതിപക്ഷം എന്നൊരു സംഭവം ഇല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് അതിനൊരു ആധികാരികതയും ഇല്ല. കാരണം ഇല്ലെങ്കിൽ അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ പറയണം. ഇപ്പം നമ്മളൊരു പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധിയാണ്. അപ്പോൾ ഒരു സാധാരണ ഇവിടെ നട്ടലൊരു മാധ്യമപ്രവർത്തകനാണെങ്കിൽ ചോദിക്കണം, അത് പരിഹരിക്കാൻ എന്താണ് സാർ മാർഗം? രാഹുൽ ഗാന്ധി പറയൂ അത് പരിഹരിക്കാനുള്ള മാർഗം. പറഞ്ഞു കൊടുക്കാമെങ്കിൽ നമ്മൾ രാഹുൽ ഗാന്ധി എപ്പോഴാണ് പ്രധാനമന്ത്രി ആക്കിയതന്നെ. അതാ നമ്മൾ ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടത്. ഒരു ആരോപണം ഉണ്ടാക്കുമ്പോൾ ആ ആരോപണത്തിന് ഒരു സൊല്യൂഷൻ കൂടെ കണ്ടെത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, എല്ലാത്തിനുമല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെറുതെ വായി വരുന്നത് പ്രതിസന്ധിയാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. പകരം അതിനൊരു സൊല്യൂഷനാണ് അനിവാര്യമായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ രാജ്യം ഇറക്കുമതി കുറച്ചുകൊണ്ട് വരികയാണ്. 80% വരെ അതിനുള്ളിലേക്ക് പോകും നമ്മൾ അധികം വൈകാതെ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ നിതിൻ ഗഡ്കരി ഒരു 3 മാസം മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണ്, നമ്മൾ വാർത്തയൊക്കെ ചെയ്തിരുന്നതാണ്. അതിൽ 6 മാസത്തിനകം പെട്രോൾ ഡീസൽ വാഹനങ്ങൾ കമ്പനികൾ സ്റ്റോപ്പ് ചെയ്യണം അത് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിന്റെ അർത്ഥം ഒരു 1-2 വർഷത്തിനകം നമ്മുടെ നാട്ടിൽ കൂടെ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ വെഹിക്കിൾ ആയിരിക്കാം, ഇല്ലെങ്കിൽ എഥനോൾ 80% ഉള്ള വെഹിക്കിൾ ആയിരിക്കാം. പിന്നെ എന്ത് ഇറങ്ങുമ്പോഴും അതിനെ തുരങ്കം വെക്കാൻ ഒരു വിദേശ ലോബികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ എഥനോളിനെതിരെ ഇപ്പോൾ നടത്തുന്ന ക്യാമ്പയിൻ. ഈ എഥനോൾ കൊണ്ടല്ലേ ഇത്രയും വർഷം വണ്ടികളൊക്കെ ഓടിയത്? ഏതെങ്കിലും വണ്ടി വഴി കിടക്കുന്നതായിട്ടോ ഏതെങ്കിലും വണ്ടികൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായിട്ടോ നമ്മൾ കണ്ടോ? ഇല്ല. എല്ലാ വണ്ടിയും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത് സാങ്കേതികപരമായി ഇതുവരെ എഥനോൾ കലർത്തി ഓടിക്കുന്ന വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ലോകത്തെങ്ങും. പറ്റിയിരുന്നെങ്കിൽ അവരത് തെളിയിക്കുമായിരുന്നല്ലോ. ഇതുവരെ പറ്റാത്തടത്തോളം കാലം അത് പറ്റുമ്പോൾ വിശ്വസിച്ചാൽ പോരെ. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏതായാലും 80%ലേക്ക് പോകുന്നു, നല്ലൊരു കാര്യമാണ്. ഘട്ടം ഘട്ടമായിട്ട് ഇറക്കുമതി കുറയ്ക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഈ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അത് ഗുണകരമാണ്. പ്രത്യേകിച്ച് പഞ്ചസാര തൊഴിലാളികൾ, മീൻസ് കരിമ്പ് കർഷകർക്കൊക്കെ, കരിമ്പ് ചോളം വർഷാവർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ഈ വേസ്റ്റേജ് ഇത് കച്ചിയും മറ്റുമാണ് ഇട്ട് കത്തിക്കുന്നത്. എന്താണ് ഈ ഹരിയാനയും ദില്ലിയും തമ്മിലുള്ള പ്രശ്നം? എപ്പോഴും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ അവർ ഈ കൊയ്ത്തുകാലം കഴിയുമ്പോൾ ഈ കച്ചിയൊക്കെ ഇട്ട് കത്തിക്കും. അത് ആ എയർ പൊല്യൂഷൻസ് ആണ് ഡൽഹിയിലേക്ക് വരും കാറ്റടിക്കുമ്പോൾ. ഇതാണ് അവിടുത്തെ ഒരു പൊല്യൂഷൻസിന്റെ ഒരു കാര്യം. ഇതിനെക്കുറിച്ച് തർക്കം നടന്നുകൊണ്ടിരിക്കും. ഇവരെന്ത് ചെയ്യണം? പിന്നെ ഈ വേസ്റ്റേജ് കരിച്ചാൽ മാത്രമേ ഇതിന്റെ ചാരം ആ പാടത്ത് വളമാകുകയുള്ളൂ. അതൊന്ന്. പിന്നെ ഇവർ വേസ്റ്റേജ് കഴിക്കാതെ ഇവർക്ക് തിന്നാൻ പറ്റുമോ ഈ സാധനം? ഇല്ല. അപ്പോൾ ആ വേസ്റ്റേജ് നേരെ കൊണ്ടുപോയി എഥനോൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് ഗുണകരമാണ്. ഈ വേസ്റ്റേജ് പൂർണ്ണമായി നീങ്ങിക്കിട്ടും. ഈ വേസ്റ്റേജിലേക്ക് ഒരു തുക അവർക്ക് കിട്ടും. അപ്പൊ കർഷകരെ സംബന്ധിച്ച് ഡബിൾ ലാഭമാണ്. ധാന്യം മാത്രമല്ല, അതിന്റെ കച്ചിയും ഒരു വലിയ ലാഭത്തിലേക്ക് പോകും. കച്ചി ഇപ്പൊ ലാഭകരമല്ലെന്നല്ല ഞാൻ പറയുന്നത്, നമുക്കൊക്കെ പാഠമുള്ളതാണ്. നമ്മൾ ആ കച്ചി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് തുച്ഛമായ തുകയാണ്. പക്ഷെ അതൊരു ഇന്ധനമായി മാറുമ്പോൾ അതിനുണ്ടാകുന്ന ഡിമാൻഡ് വലുതാണ്. അത് മാത്രവുമല്ല, ഇതിപ്പം നമ്മുടെ ഈ വലിയ റിഫൈനറികൾ പോലെ വലിയ സിസ്റ്റങ്ങൾ വേണ്ട. ഇന്നിപ്പോ തന്നെ മഹാരാഷ്ട്രയിൽ അടക്കം 100 കണക്കിന് കമ്പനികളുണ്ട് ഈ എഥനോൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ.
അപ്പം ഇതിന് വലിയൊരു മുതൽ മുടക്കിന്റെ ആവശ്യമില്ല ഈ എഥനോൾ ആക്കാൻ വേണ്ടി. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യൻ കർഷകർ അവരുടെ പാടങ്ങളിൽ തന്നെ എഥനോളിലും ചെറിയ ചെറിയ ഫാക്ടറികൾ ഉണ്ടായിക്കൂടുന്നില്ലെന്നല്ല, ഉണ്ടാകും 100% ഉണ്ടാകും. കാരണം ഇത് കൊണ്ടുപോകും, പിന്നെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊണ്ടുപോകാം. ഇതിട്ട് ഓടിച്ചാൽ വണ്ടി ഓടത്തില്ല. ഈ എഥനോൾ ഇവർക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിന്റെ ജ്യൂസ് ഇല്ലെങ്കിൽ ആ ഒരു ഇതെടുത്തിട്ട് ഇവർക്ക് നൽകാൻ കഴിയും. അത് പ്യൂരിഫൈ ചെയ്തിട്ട് മറ്റുള്ള രീതിയിൽ അവർക്ക് ഉപയോഗിക്കാം. ഇപ്പൊ തന്നെ മഹാരാഷ്ട്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ അത് തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് മറ്റേ നിതിൻ ഗഡ്കരിയുടെ മകൻ ഇതുണ്ടെന്ന് പറഞ്ഞത്. നിതിൻ ഗഡ്കരിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഫാക്ടറികൾ തന്നെയാണ്, അനവധി പഞ്ചസാര ഫാക്ടറിയുള്ള ഒരു കുടുംബം അദ്ദേഹത്തിന്റെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് ഇന്ത്യ ഒരു വാർത്ത കൊടുത്തത് നിതിൻ ഗഡ്കരിയുടെ കുടുംബം ഈ യുദ്ധം മൂലം തകർന്നരിപ്പണമായി പോയി. ഈ അമേരിക്കയിലേക്കാണ് അവരുടെ മരുമകളുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ കയറിപ്പോകുന്നത്. ഒന്നും ഇപ്പൊ കയറിപ്പോകുന്നില്ല. അതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കി ഇവിടെ പച്ചപിടിക്കാൻ ശ്രമിക്കും. ഇത് നിതിൻ ഗഡ്കരി തുറന്നു പറഞ്ഞതാ, പച്ചപിടിക്കാൻ ശ്രമിക്കുമെന്ന് നോക്കുകയാണ്. മകന്റേത് ഇറാനിലേക്കാണ് ഏറ്റവും കൂടുതൽ കയറിപ്പോകുന്നത്. ഇറാനിൽ നിന്ന് കുങ്കുമപ്പൂ ഇറക്കുന്ന കോൺട്രാക്റ്റും മകനുള്ളതാണ്. അപ്പൊ അവിടെയും ഏതാണ്ട് നിലച്ചിരിക്കുന്നു, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞ ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. എന്റെ കുടുംബത്തിലെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായിട്ട് തന്നെ തകർന്ന് തരിപ്പണമായി. അപ്പം ഇതൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോൾ അത് എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ബാധിക്കുന്നതാണ്. ഇന്ത്യയിലെ ഒരു എണ്ണം പറഞ്ഞ കേന്ദ്രമന്ത്രിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ആകെ വരുന്ന ഈ ഇന്ധന പ്രതിസന്ധി മൂലം എണ്ണ അടിക്കുന്ന പെട്രോളിന് ഇച്ചിരി ചാർജ് കൂടുതലാണെന്നല്ലേ ഉള്ളൂ. ഇതിന് ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പം നാളെ പെട്രോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറി നമുക്ക് പോകേണ്ടത് പോകണ്ടേ? നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര റിസ്ക് എടുത്താലും മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അത് പ്രതിസന്ധികൾ വരും, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും ബാധ്യത. കരുത്ത് ഇല്ലെങ്കിൽ അത് അവരുടെ ഒരു, നമ്മൾ പറയത്തില്ല നമുക്ക് അവകാശമാണ്, ഇതെന്റെ അവകാശമാണെന്ന്. ഇതും നമ്മുടെ അവകാശത്തിൽ പെടുന്നത് തന്നെയാണ്. അതിജീവിക്കുക ക്രൈസിസിനെ. അതിനു വേണ്ടിയിട്ട് നയിക്കാൻ ഒരു നേതാവ് ഉണ്ടാകും. ആ നേതാവിന് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനം ചെയ്യേണ്ട കാര്യം.